എൻ്റെ പേര് ശ്രീതു. ചില ആൾക്കാർക്ക് ചില സമയത്ത് ലോട്ടറി അടിക്കും. എനിക്ക് ഇന്നൊരു ലോട്ടറി അടിച്ചു. പൈസ ഇല്ല കേട്ടോ. എൻ്റെ ലോട്ടറി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എൻ്റെ ലോട്ടറി. ഇത് എന്താ ലോട്ടറി എന്ന് പറയാൻ കാരണം, ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. അത് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്നതല്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ്, അതായത് കേക്ക്സ്, ഡെസേർട്സ്, ഇതെല്ലാം ഒരു ഷോപ്പിൽ ഒരു 2 ആഴ്ചത്തോളമായി കൊണ്ടുവയ്ക്കണം. അത്യാവശ്യം നല്ല സെയിലുണ്ട്. അവിടെ കോളേജ് എടുത്താണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സെയിലുണ്ട്. ഇപ്പം ഞാൻ വെച്ച പ്രൊഡക്ട്സ് അവർക്ക് ആ ഷോപ്പുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ ആയിരിക്കാം, എനിക്കറിയില്ല. അവരെന്നോട് പറഞ്ഞു ഇനി അവിടെ എന്തൊക്കെ ഓർഡർ വരുന്നു, അതായത് കേക്ക്സ് ആയിക്കോട്ടെ, ഡെസേർട്സ് ആയിക്കോട്ടെ. ഡെസേർട്സ് ഒന്നും ഓർഡർ അല്ല, നമ്മളവിടെ കഴിയണതിനനുസരിച്ച് കൊണ്ടുപോയിക്കുകയാണ്. കേക്ക്സ് ആണ് ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. എന്തായിക്കോട്ടെ, അത് ഫുൾ എന്തവിടെ വരുന്നത് അതൊക്കെ എന്നോട് ചെയ്തോളാം വന്നു. അതായത് ഡെസേർട്സ് എന്ന് പറയുമ്പോൾ ഹൽവായി സെക്ഷൻ ഇല്ല കേട്ടോ. ലഡു, ജിലേബി അങ്ങനത്തെ ഐറ്റംസ് അല്ല, പേസ്ട്രീസ്. എന്നോട് എൻ്റെ ഇഷ്ടത്തിന് എനിക്കൊരു ചില്ലറ അവിടെ സ്വന്തമായിട്ട് തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് സെല്ല് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ചേട്ടൻ അപ്പോൾ അവിടെ മുന്നേ കുറച്ച് കേക്ക്സ് സംഭവങ്ങളൊക്കെ ചെയ്തു തന്നു. അതൊക്കെ അവർ നിർത്തി, ഫുൾ എന്നോട് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ തന്നതാണ് എനിക്കിതൊക്കെ. അതായത് അവർ മുന്നേ കുറച്ച് കേക്ക് ചെയ്യണ സമയത്ത് ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ, കേക്കിൻ്റെ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്നോട് പറഞ്ഞു ഇനി ഇതൊക്കെ ശ്രീതു വേണമെങ്കിൽ എടുത്തോളൂ, ശ്രീതുവിന് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചോളാം പറഞ്ഞു. ഫ്രീ ആയിട്ട്. ഒരു ബേക്കറെ സംബന്ധിച്ച്, ഒരു കേക്ക് ഉണ്ടാക്കണം, ഒരു ബേക്കറെ സംബന്ധിച്ച് നമുക്കറിയാം പ്രൊഡക്ട്സിൻ്റെ റേറ്റ് ഭയങ്കര കോസ്റ്റ്ലിയാണ് എല്ലാ ഐറ്റംസിനും. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഒരു ചെറിയ സ്പ്രിങ്കിൾസ്, ഇതൊക്കെ ഭയങ്കര പൈസയാണ് ഇതിനൊക്കെ. അതുപോലെ കളറ്, എല്ലാത്തിനും, മഫിൻ കപ്സ്, എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരാൾ തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമില്ല, എന്താ പറയുക, ലോട്ടറി അങ്ങനെ പറയാൻ പറ്റും. ഇത് നോസിൽ സെറ്റ് ഒരു ബേക്കറിയൊക്കെ സംബന്ധിച്ചോളം ഇപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറിയ ഈ ബേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഇതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് നമുക്ക് ഒരെണ്ണത്തിന് 30 രൂപ, 60 രൂപ, ഇത്തിരി വലുതിനാണെങ്കിൽ 60 രൂപ, കുറച്ചുകൂടി വലിയ ഡോസിലാണെങ്കിൽ 120 രൂപ, അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുക, അതൊക്കെ വെറുതെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു 1.5 അനുഭവമാണ് മക്കളെ. എനിക്ക് കുറേ നാളായിട്ട് മേടിക്കണം എന്നൊരാഗ്രഹമായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചേക്കായിരുന്നു. ഇന്നത് എനിക്കതെന്ത് കിട്ടി. അപ്പോൾ ഗൈസ്, പ്രൊഡക്ട്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ബട്ടർ പേപ്പർ ഉണ്ട്. ബട്ടർ പേപ്പറൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലുതാണ്. പിന്നെ അതെ 1 kg ബേസ് കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ 1.5 kg ബേസ്, ഒരു 10-30 പീസ് എന്തായാലും ഉണ്ടോ. പിന്നെ ഇതാ നോസിൽ സെറ്റ്, ഫോണ്ടൻറ്റ്, പിന്നെ മഫിൻ കപ്സ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് മഫിൻ കപ്സ് ഉണ്ട്. പിന്നെ പൈപ്പിംഗ് ബാഗ് കണ്ടോ. പിന്നെ ചോക്കോവിലെ കൊക്കോ പൗഡർ, നല്ല റേറ്റുള്ള ഐറ്റാട്ടോ കൊക്കോ പൗഡർ. പിന്നെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു 1/2 പാക്കറ്റ് പീസ്, 1/2 പാക്കറ്റ് ആണെങ്കിലും എനിക്കത് എന്നെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ്. പിന്നെ വാനില എസൻസ്, അതുപോലെ ബട്ടർ സ്കോച്ച് ഫ്ലേവർ, അതുപോലെ കളർ റെഡ്, കുറച്ച് ചോക്കോ ചിപ്സ്, അതുപോലെ ബേക്കിംഗ് പൗഡർ. ഇത് പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബേക്കിംഗ് പൗഡർ, അതുപോലെ സ്പ്രിങ്കിൾസ്, നല്ല ക്യൂട്ടായിട്ടുള്ള സ്പ്രിങ്കിൾസ് ആട്ടോ. ബ്ലൂ, നല്ല ക്യൂട്ട് സ്പ്രിങ്കിൾസ്, ഗോൾഡൻ ബോൾസ്, വൈറ്റ് ബോൾസ്. പിന്നെ വേറൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഇതവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് പോകുന്നു. ചോക്ലേറ്റ് ബബിൾ, നമ്മൾ ഈ ഡയറി മിൽക്കിൻ്റെ ബബിളൊക്കെ കാണില്ലേ, അങ്ങനത്തെ ചോക്ലേറ്റ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതതിൻ്റെ മൗൾഡ്, സിലിക്കൺ മൗൾഡ് കാണിച്ചു തരാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചതാട്ടോ. ഇനി അത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ ബേക്കേഴ്സിനും ഇങ്ങനൊരു ഡേ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.